ഓണറബിൾ മിനിസ്റ്റർ, മറ്റെൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ മലയാളത്തിലാക്കാം. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് അത്രയാണ് പോകില്ലെങ്കിൽ ഈ അറഫാത്ത് എന്ന ഈ വ്യക്തിനെ കുറിച്ചിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു സംഭവം, സുലൈമാൻ അല്ലേ എന്ന് ചോദിച്ചു. അതെ, എനിക്കൊന്ന് കാണണം, ഞാൻ കോഴിക്കോടുണ്ട് എന്ന് പറഞ്ഞ് ഹൈസൺ ഹെറിറ്റേജിൽ ഒരു 11 മണിക്ക് ടൈം കൊടുത്ത് ഒരാൾ നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. അന്ന് ഞങ്ങളൊരു 400 കോടിയുടെ ഒരു സ്ക്രാപ്പ് മംഗലാപുരത്ത് എടുത്ത് അതിൻ്റെ ഒരു സെയിൽ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് ഇദ്ദേഹം ഈ സ്ക്രാപ്പ് ഒന്നായിട്ട് നിങ്ങളെടുത്തതിലും ചെറിയൊരു ലാഭത്തിന് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ അടി മുതൽ മേലെ വരെ ഒന്നിങ്ങനെ നോക്കിയാളെ, എന്താണ് ചെറിയൊരു പയ്യൻ ഇത്ര വലിയൊരു സ്ക്രാപ്പിൻ്റെ കച്ചവടമായിട്ട് ഞങ്ങളടുത്ത് വന്നിട്ടുള്ളത്. ഈ സംസാരത്തിൻ്റെ ശൈലി ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അളന്നു. പിന്നെ അയാളെ കൊള്ളാലോടാ, പിന്നെ ചെറിയ സംഭവമൊന്നുമല്ല, ഒരു 10-700 കോടിയുടെ അടിയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് വാണിയമ്പലത്തു നിന്ന് നല്ലൊരു ഫാമിലിയിൽ വന്ന് കോഴിക്കോട് വന്ന് കോട്ടക്കൽ, ദുബായ്, എറണാകുളത്തൊക്കെ വന്ന് നിന്ന് ഈ ഒരു സ്റ്റേജ് കണ്ട് ഇവിടുത്തെ ഒരു സംഭവം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഞാൻ. കുറഞ്ഞ കാലത്തെ ജേർണി കൊണ്ട് അയാളുടെ ഒരു സ്വപ്നം, ബന്ധങ്ങളെ കൂട്ടിയിണക്കി അത് ഡെവലപ്പ് ചെയ്ത്, അതായത് എന്തൊരു സംഭവത്തിനും വേണ്ടത് ഒരു കോണ്ടാക്ട്സ് ആണ്. ആ കോണ്ടാക്ട്സ് അവൻ ബിൽഡ് ചെയ്ത് അറഫാത്ത് എന്ന വ്യക്തി, ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്ന് പല പരിപാടി ഉണ്ടായിട്ടെന്ന് അതിനായിട്ട് കോഴിക്കോട് നിന്ന് വന്നതാ. ശരിക്കും അറഫാത്തിനോട് എനിക്ക് വേറൊരു സ്നേഹവും കൂടിയുണ്ട്. എൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്താണ് അറഫാത്ത്. അത് വലിയൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അതെല്ലാം കണ്ട് പഠിച്ചത്. അപ്പോൾ ഒരു വലിയൊരു സ്വപ്നം അവൻ കണ്ടുകൊണ്ട് അന്നത്തെ ആ 700 കോടിയുടെ ഒരു ഡീലിൽ തൊട്ട് ഞാൻ ഇയാൾ അളന്ന് സംസാരിച്ച് പോരുന്നതും ദുബായിൽ കാണുന്നതെല്ലാം വലിയ വലിയ ഡീലുകളായിരുന്നു. അപ്പം അത് കൊണ്ട് എത്തിച്ച് ഒരു കൺക്ലൂഡ് ചെയ്തിരുന്ന ഒരു സ്ഥാപനം ഗ്രാൻഡ് ഹയാത്തിൽ നല്ലൊരു ലോഞ്ചിങ്, നമുക്ക് കാണാൻ പറ്റിയ ക്രൗഡുകൾ, ആ സംഭവങ്ങൾ എല്ലാം പ്രൊഫഷണൽ സ്റ്റൈലിൽ കൊടുന്ന്, മിനിസ്റ്റർ അടക്കം ഇവിടെ കൊടുന്ന്, പത്മജ മേഡം, എൻ്റെ ഫ്രണ്ട് പ്രേമൻജി ഇവിടെ ഉണ്ട്. ആ പ്രേമൻജിയുടെ പൂർണ്ണ സപ്പോർട്ട്. പ്രേമൻജി ഞാനും കൂടി കൊടുത്തൊരു ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം തന്നെ വരുന്നത്. അപ്പോൾ പ്രേമൻജിയുടെ പൂർണ്ണ സപ്പോർട്ട് ഇതിലുണ്ട്. അതുമാതിരി തന്നെ മുൻസീർ എന്ന് വേണ്ട ഒരുവിധം എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. ആ ഒരു സർക്കിൾ അവിടെ കൊടുന്ന് എത്തിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ലണ്ടനിൽ പോയിട്ട് എല്ലാം വിറ്റ് അങ്ങോട്ട് പോയി പഠിക്കാൻ പറ്റാത്ത ആ ഒരു ടീമിനെ ലണ്ടൻ, കൊച്ചിയിലേക്ക് കൊടുന്നിട്ട് 90% പഠിപ്പ് ഇവിടെ വെച്ച് നടത്തി, ഇവിടുന്ന് ബാക്കി സർട്ടിഫിക്കറ്റ്, UK സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ആവശ്യമാണ്. കാരണം പാവങ്ങളും പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും ഇവരുടെ ഈ സ്ട്രക്ചർ പ്രകാരം പഠിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് നല്ലൊരു സ്ഥാപനമായിട്ട് ഇത് ഉപകാരപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇത് ഉയരത്തിലെത്തിയിട്ട് ഇന്ത്യയിലാകെ പുറത്തും പടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിൻ്റെ ബാക്കിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.